ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഓണം ആയതുകൊണ്ട് എല്ലാവരും ഓണത്തിന് തിരക്കിലായിരിക്കും. അപ്പോൾ ഓണത്തിന് സ്പെഷ്യലായിട്ട് എന്തെങ്കിലും വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചിരിക്കുമായിരുന്നു. ഓണത്തിലെ സ്പെഷ്യൽ ഐറ്റമായ ഒരു പായസത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. നമ്മുടെ സാധാ പായസമല്ല, ഒരു വെറൈറ്റി പായസമാണ്. ചെമ്പരത്തിപ്പൂ വെച്ചുള്ള ഒരു കിടിലൻ പായസമാണ്, നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. അതിനു മുമ്പ് എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. നമ്മുടെ പായസത്തിലെ മെയിൻ ഐറ്റം ചെമ്പരത്തിപ്പൂവാണ്. ഈ പായസത്തിനായിട്ട് ഇതുപോലുള്ള സാധാ ചെമ്പരത്തിയാണ് എടുക്കേണ്ടത്. കട്ട് ചെമ്പരത്തിയൊന്നും ഈ പായസത്തിനായിട്ട് ഉപയോഗിക്കില്ല. ഇതുപോലുള്ള ചുമല ചെമ്പരത്തിയാണ് പായസത്തിനായിട്ട് ഉപയോഗിക്കുന്നത്. ഇനി നമുക്ക് ആദ്യം ഈ ചെമ്പരത്തിയുടെ എതളുകളൊക്കെ ഒന്ന് അടർത്തിയെടുക്കാം. ഈ നടുക്കുള്ള നൂല് ഭാഗം പായസത്തിനായിട്ട് ഉപയോഗിക്കില്ല, ഇത് നമുക്ക് കളഞ്ഞേക്കാം. അപ്പം ഞാൻ ഇവിടെ ഈ ചെമ്പരത്തിപ്പൂവിൻ്റെ എതളുകളൊക്കെ ഒന്ന് അടർത്തിയെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ അറ്റത്തുള്ള ഈ കട്ടിയുള്ള പോർഷനില്ലേ, ഇത് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. സോഫ്റ്റ് ആയിട്ടുള്ള എതളുകൾ മാത്രം മതി നമ്മുടെ ഈ പായസം ഉണ്ടാക്കാൻ. അപ്പം ഞാൻ ഇതിൻ്റെ അറ്റം ഇതുപോലെ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ളതെല്ലാം ഇതുപോലെ ഒന്ന് ആക്കിയെടുക്കാം. അപ്പം ഞാൻ ഇവിടെ എല്ലാ ചെമ്പരത്തിപ്പൂവിൻ്റെ എതളുകളും ഇതുപോലെ അടർത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കുഞ്ഞു കുഞ്ഞു പീസായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം. ഞാനിവിടെ എല്ലാം ഇതുപോലെ കുഞ്ഞു കുഞ്ഞു പീസായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഞാനിവിടെ പാലിൻ്റെ അകത്താണ് ഈ ചെമ്പരത്തിപ്പൂ വേവിച്ചെടുക്കുന്നത്. ആകെ ഞാൻ ഈ പായസത്തിനായിട്ട് 1.5 ലിറ്റർ പാലാണ് എടുക്കുന്നത്. അതിൽ നിന്ന് 1/2 ലിറ്റർ പാല് നമുക്ക് ഈ ചെമ്പരത്തിയിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. ചെമ്പരത്തിപ്പൂ പെട്ടെന്ന് തന്നെ വെന്ത് വരും, ഒട്ടും സമയം വേണ്ട. 1 മിനിറ്റ് വേവിക്കുമ്പോൾ തന്നെ നല്ലപോലെ ചെമ്പരത്തിപ്പൂ വെന്ത് പാലിലേക്ക് ആ ചെമ്പരത്തിപ്പൂവിൻ്റെ കളറൊക്കെ നല്ലപോലെ ഒന്ന് ഇറങ്ങി കിട്ടും. നമ്മുടെ ചെമ്പരത്തിപ്പൂ നല്ലപോലെ വെന്ത് പാലിനൊരു ലൈറ്റ് വയലറ്റ് കളറായിട്ടുണ്ട്. ഇനി നമുക്കൊരു 2 മിനിറ്റും കൂടി ഇതൊന്ന് നല്ലപോലെ ഒന്ന് വേവിച്ച് കുറുക്കിയെടുക്കാം. ഇപ്പം പാലൊക്കെ നല്ലപോലെ തിളച്ച് ചെമ്പരത്തിപ്പൂവൊക്കെ നല്ലപോലെ വെന്ത് ഇതുപോലെ ആയി വന്നിട്ടുണ്ട്. ഈ ഒരു പരുവാകുമ്പോഴേക്കും നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യാം. ഇത് കണ്ടില്ലേ, ലൈറ്റ് വയലറ്റ് കളറാവും നമ്മുടെ പാലിന്. അപ്പം പായസത്തിന് നല്ല ടേസ്റ്റ്, നല്ല കളറും ആയിരിക്കും. ഇനി നമുക്കിത് തണുക്കാൻ വേണ്ടി ഒന്ന് മാറ്റി വെക്കാം. ഇനി പായസം തയ്യാറാക്കുന്ന പാത്രത്തിലേക്ക് നമുക്ക് ആദ്യം നെയ്യ് ഒന്നിട്ട് കൊടുക്കാം. ഞാൻ ഇവിടെ പായസം തയ്യാറാക്കാൻ വേണ്ടി ഇതുപോലെ ഒരു ഉരുളിയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് അടിക്കട്ടിയുള്ള ഏത് പാത്രം വേണമെങ്കിലും ഇതിനായിട്ട് ഉപയോഗിക്കാം. നെയ്യ് നല്ലപോലെ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്ക് അണ്ടിപ്പരിപ്പും കിസ്മിസും ഒന്ന് വറുത്തെടുക്കണം. ഇതൊരുപാട് അങ്ങ് മൂത്ത് പോകരുത്. ഒരുപാട് മൂത്ത് പോയാലും നമ്മുടെ പായസത്തിന് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവില്ല. ഇനി ഇതിലേക്ക് നമുക്ക് കിസ്മിസും കൂടി ഒന്ന് ഇട്ട് കൊടുക്കാം. അപ്പം നമ്മുടെ അണ്ടിപ്പരിപ്പും കിസ്മിസും നല്ലപോലെ വറുത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് കോരിയെടുക്കാം. ഈ ഒരു പരുവത്തിൽ വേണം നിങ്ങളിത് കോരിയെടുക്കാൻ, ഒരുപാട് മൂത്ത് പോകരുത്. ഇനി ഇതിലേക്ക് വേണ്ടത് സേമിയാണ്. ഇതിവിടെ 1 ലിറ്റർ പാലിന് 1 കപ്പ് സേമിയാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് ആദ്യം ഈ സേമിയ ഒന്ന് നെയ്ക്കകത്ത് വറുത്തെടുക്കണം. നമ്മൾ വറുത്ത സേമിയ ആണെങ്കിലും വറുക്കാത്ത സേമിയ ആണെങ്കിലും നെയ്ക്കകത്തിരുന്ന് വറുത്തെടുക്കണം, എങ്കിലേ നമ്മുടെ പായസത്തിന് നല്ലൊരു ടേസ്റ്റ് കിട്ടുള്ളൂ. ഇത് ഒരുപാട് അങ്ങ് വറുക്കരുത്, ലൈറ്റ് ഒരു ഗോൾഡൻ കളറായി മതി. ഒരുപാടങ്ങ് വറുത്താൽ നമ്മുടെ പായസത്തിനൊരു കയ്പ്പരസം വരും. ഈ ഒരു പരുവാകുമ്പോഴേക്കും നമുക്ക് സേമിയ ഒന്ന് കോരിയെടുക്കാം. ഇനി നമുക്ക് ഈ സേമിയ ഒന്ന് വേവിച്ചെടുക്കണം. ഞാൻ ഇവിടെ പാലിൻ്റെ അകത്തിട്ടല്ല ഈ സേമിയ വേവിക്കുന്നത്, കുക്കറിൻ്റെ അകത്ത് 1 കപ്പ് വെള്ളം ഒഴിച്ചാണ് വേവിക്കുന്നത്. അതായത് 1 കപ്പ് സേമിയയ്ക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതൊരു 4 വിസിൽ അടിക്കുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പം നമ്മുടെ സേമിയ ഒക്കെ നല്ലപോലെ ഒന്ന് വെന്ത് വരും. ഇനി ബാക്കിയുള്ള 1 ലിറ്റർ പാല് നമ്മൾ പായസം തയ്യാറാക്കുന്ന പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പാല് നല്ലപോലെ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 ലിറ്റർ പാലിന് 1/2 കപ്പ് പഞ്ചസാരയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾ നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് പഞ്ചസാരയുടെ അളവൊക്കെ എടുക്കുക. എന്നിട്ട് പഞ്ചസാര നല്ലപോലെ പാലിൻ്റെ അകത്ത് നിന്ന് അലിയിപ്പിച്ചെടുക്കണം. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇപ്പം നമ്മുടെ പാലിൽ പഞ്ചസാരയൊക്കെ നല്ലപോലെ അലുത്ത് വന്നിട്ടുണ്ട്.
ഇനി നമുക്ക് ഈ പാല് 1/2 ലിറ്ററായിട്ടൊന്ന് വറ്റിച്ചെടുക്കണം. അതായത് ഞാനിവിടെ 1 ലിറ്റർ പാലാണ് എടുത്തത്, അത് 1/2 ലിറ്ററായിട്ടൊന്ന് വറ്റിച്ചെടുക്കണം. അങ്ങനെ വറ്റിച്ചെടുക്കുമ്പോൾ നമ്മുടെ പായസത്തിന് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. ഇപ്പം നമ്മുടെ പാല് നമ്മൾ ആദ്യം ഈ പാത്രത്തിൽ ഇത്രയാണ് വെച്ചത്. ഇപ്പം അതതിൻ്റെ പകുതിയായിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ നേരത്തെ ചെമ്പരത്തിപ്പൂ ഇട്ട് കാച്ചി വെച്ച പാല് നല്ലപോലെ തണുത്ത് പാലിൽ കളറൊക്കെ നല്ലപോലെ ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പാല് നമ്മൾ തിളപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആ പാലിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഇവിടെ അരിപ്പ വെച്ചാണ് ഇത് ഒഴിച്ചു കൊടുക്കുന്നത്. കാരണം നമ്മൾ ചെമ്പരത്തിപ്പൂ വെന്ത് കഴിയുമ്പോൾ ഇതുപോലെ അതിൻ്റെ പിശുത് കാണും. അത് നമ്മുടെ പായസത്തിന് വേണ്ട. അത് നമ്മുടെ പായസത്തെ വീഴാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇവിടെ അരിച്ചെടുത്തത്. ഇനി നമുക്ക് 2 മിനിറ്റ് നല്ലപോലെ ഒന്ന് കുറുക്കിയെടുക്കാം. നല്ലപോലെ ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് അടി പിടിക്കും. നമ്മൾ നേരത്തെ കുക്കറിലിട്ട് വേവിച്ച സേമിയ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. നമ്മൾ കുക്കറിൽ 4 വിസിൽ അടിച്ചെടുക്കണം, എന്നാലേ നമ്മുടെ സേമിയ ഇതുപോലെ വെന്ത് വരുള്ളൂ. വറുത്ത സേമിയ ആയതുകൊണ്ടാണ് വേവാൻ കുറച്ച് താമസം. ഇനി നമുക്ക് ഈ സേമിയ നമ്മുടെ പാലിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. നമ്മൾ കുറേശ്ശെയായിട്ട് നല്ലപോലെ ഇളക്കിക്കൊണ്ട് ഇതിലേക്ക് സേമിയ ഇട്ട് കൊടുക്കാം. നമുക്ക് ഈ സേമിയായി ഈ പാലും കൂടി 1 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പം നമ്മുടെ ചെമ്പരത്തിപ്പൂവിൻ്റെ കളറൊക്കെ ഈ സേമിയയിൽ നല്ലപോലെ ഒന്ന് പിടിച്ചു കിട്ടും. നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ 1 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ സേമിയയിൽ ആ ചെമ്പരത്തിപ്പൂവിൻ്റെ കളറൊക്കെ നല്ലപോലെ പിടിച്ചു വന്നിട്ടുണ്ട്. നമ്മുടെ പായസത്തിന് ഇപ്പോൾ ഒരു ലൈറ്റ് വയലറ്റ് കളറായിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, സേമിയയിൽ ഇപ്പം കളർ നല്ലപോലെ പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 3 ഏലക്ക പൊടിച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് കോരി വെച്ച അണ്ടിപ്പരിപ്പും കിസ്മിസും കൂടി ഒന്ന് ഇട്ട് കൊടുക്കാം. എന്നിട്ട് 1 മിനിറ്റും കൂടി നമുക്ക് ഈ പായസം നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പം നമ്മുടെ പായസം നന്നായിട്ട് റെഡിയായി കിട്ടും. ഇനി നമുക്ക് ഈ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യാം. അപ്പം നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചെമ്പരത്തിപ്പൂ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് കാണുന്നത് നല്ല ഭംഗിയല്ലേ, ഒരു ലൈറ്റ് വയലറ്റ് കളറാണ്. അപ്പം നമ്മുടെ വീട്ടിലൊരാൾ വരുമ്പോൾ അവർക്കൊക്കെ വെച്ച് കൊടുക്കാൻ പറ്റിയ വെറൈറ്റി ആയിട്ടുള്ളൊരു പായസമാണ്. അപ്പോൾ എല്ലാവരും ഓണമൊക്കെയാണ്, അപ്പോൾ എല്ലാവരും ഇത് വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റാണ്, കുട്ടികൾക്ക് വളരെയധികം ഇഷ്ടമാവും. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യണം. പിന്നെ നിങ്ങളുടെ കമൻറ്റൊക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ.